കോർണർ ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ റയൽ മാഡ്രിഡ് ആർസണലിന്റെ എമിറേറ്റ്സ് സ്റ്റേഡിയത്തിൽ പോയി യുവേഫ ചാമ്പ്യൻ ലീഗിന്റെ ആദ്യപാദ മത്സരത്തിൽ ഒരു വമ്പൻ തോൽവി 3-0 എന്നൊരു വമ്പൻ തോൽവി ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിലേ അത് റയൽ മാഡ്രിഡ് അർഹിച്ച തോൽവി തന്നെയാണ്. കാരണം കളത്തിന് പുറത്തേക്ക് എന്തൊക്കെ ഡയലോഗ് അടിയാണ്. ആദ്യം ആ തന്ത ആഞ്ചലോട്ടിയുടെ വായി ഒന്ന് അടയ്ക്കണം. കാരണം എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത് വാർത്താ സമ്മേളനത്തൊക്കെ. ഞങ്ങൾ റയൽ മാഡ്രിഡാണ്, ഞങ്ങൾ അതാണ് ഇതാണ്, ആനയാണ് ചേനയാണ്, ഞങ്ങൾ വിനിഷ്യസ് ഉണ്ട്, വിനിഷ്യസ് നാളെ എമിറേറ്റ്സ് കേടി പൂന്ത് വിളയാടം. എന്നാൽ എനിക്ക് തോന്നുകയാണെങ്കിൽ ഇന്നലെ റയൽ മാഡ്രിഡിന്റെ ആ ഒരു ലൈനപ്പിൽ ഏറ്റവും കൂടുതൽ ഫ്ലോപ്പ് ആയിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് വിനിഷ്യസ് ആണ്. ആ തന്ത വായടിക്കുന്ന സമയത്ത് പിള്ളേരെ ഒന്ന് നല്ല ടാക്ടിക്കൽസുകൾ നൽകി പിള്ളേരെ ഒന്ന് കളിപ്പിക്കാമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. കാരണം ഇന്നലെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇറക്കുന്നതിലൊക്കെ വളരെ പിശുക്ക് കാണിക്കുന്നുണ്ട്. കാരണം റോഡിഗ്രയൊക്കെ നേരത്തെ മാറ്റാമായിരുന്നു, അതുപോലെ തന്നെ വിനിഷ്യസിനെ വേണമെങ്കിൽ നേരത്തെ മാറ്റാമായിരുന്നു. വിനിഷ്യസ് ആയിരുന്നു ഇന്നലത്തെ കളിയിൽ ഏറ്റവും വലിയ ഫ്ലോപ്പ്. എന്നാൽ ആർസണലിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ആർസണലിന്റെ ഫാൻസ്, ആർസണലിന്റെ ടീം ഉദ്ദേശിച്ചതിന് അപ്പുറമാണ് ആ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. കാരണം ഒരു 1-2 എന്ന സ്കോർ ലൈനൊക്കെ മതിയാവും. കാരണം ചാമ്പ്യൻ ലീഗിൽ റയൽ മാഡ്രിഡിന്റെ കളി വേറെ ലെവലായിരിക്കും. പക്ഷെ അവർ പ്രതീക്ഷിച്ചതിനെക്കാട്ടിയുള്ള ഒരു വമ്പം വിജയമായിരുന്നു ഇന്നലെ ആർസണൽ നേടിയിരിക്കുന്നത്. അത് തന്നെ ഡീക്ലൻ റീസിന്റെ ആ കാര്യം, ഡീക്ലൻ റീസിന്റെ ആ ഫ്രീ കിക്കുകൾ, റയൽ മാഡ്രിഡിന്റെ ലെജൻഡ് റോബർട്ടോ കാർലോസിന്റെ എസ്കെ ഫ്രീ കിക്കിനൊക്കെ തോന്നിപ്പിക്കുന്ന രീതിക്കുള്ള ആ സൂപ്പർബ്, ആ ഫസ്റ്റത്തെ ആ ബെൻഡ്, ആ ഗോളിന്റെ ബെൻഡ്, എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത ഗോൾ. അതുപോലെ തന്നെ അതിനേക്കാട്ടി മികച്ചൊരു രണ്ടാമത്തെ ഫ്രീ കിക്ക് ഗോൾ. ഡീക്ലൻ റൈസ് പോലും വിചാരിച്ച് കാണില്ല ആ ഗോളൊക്കെ എങ്ങനെ ആയി തീരുമെന്ന്. ഡീക്ലൻ റൈസും അതുപോലെ തന്നെ ആ രണ്ടാമത്തെ ഗോളിൽ ആൾക്കാരൊക്കെ സ്വന്തം ടീമേറ്റ് പോലും തലയിൽ കൈവച്ച് പോയി. ഒഡേഗാർഡ് സലീബയൊക്കെ തലയിൽ കൈവച്ച് പോയൊരു രംഗമായിരുന്നു രണ്ടാമത്തെ ആ ഫ്രീ കിക്ക് ഗോൾ എന്നൊക്കെ കണ്ടിരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത് സ്റ്റാർ ബൈ സാക്കയുടെ ഒരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കാരണം കഴിഞ്ഞ സാക്ക ഇല്ലാത്ത കളികളിലെ ആ ഒരു വിടവ് നമ്മൾ കുറെ മത്സരത്തിന് ആർസണലിന്റെ കുറെ മത്സരത്തിനൊക്കെ കണ്ടിരുന്നു. ഇപ്പം സാക്ക തിരിച്ചു വന്നതിന് ശേഷം കഴിഞ്ഞ എവർട്ടന്റെ മാച്ചിലായിരുന്നാലും ഇന്നലെ റയൽ മാഡ്രിഡിന്റെ മാച്ചിലായിരുന്നാലും റയൽ മാഡ്രിഡിന്റെ ഒറ്റ ത്രെഡ് അത് സാക്ക ചെയ്ത് ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ഒരുപോലെ റയൽ മാഡ്രിഡിനെ ഒരുപോലെ പരീക്ഷിച്ചു കൊണ്ടേയിരുന്നു സാക്ക. അത് തന്നെ 2 ഫ്രീ കിക്കുകൾ വരുന്ന രണ്ടും സാക്കയിനെ ഫൗൾ ചെയ്തതിനാണ് ആ 2 ഫ്രീ കിക്കുകൾ വരുന്നത്. അതുപോലെ തന്നെ മറ്റു കാര്യം എടുത്തു പറയേണ്ടത് കീവിയറിന്റെയും യങ്സ്റ്റർ ലൂയിസ് കെയ്ലിയുടെ ആ പെർഫോമൻസ്, അതുപോലെ തന്നെ പാർട്ടി, എൻ്റെ പൊന്നെ എന്തായിരുന്നു. ഈ സീസണിൽ തന്നെ ആർസണൽ കളിച്ച ഏറ്റവും ഒരു ബെറ്റർ ഫുട്ബോൾ, ഒരു ബെറ്റർ റിസൾട്ട് ആയിരുന്നു ഇന്നലെ റയൽ മാഡ്രിഡിനെതിരെ നേടിയിരിക്കുന്നത്. താളമടിയും വാചകമടിയൊക്കെ മാറ്റി നിർത്തി ആ കളിയൊക്കെ കൊണ്ടുവരേണ്ട സമയമായിട്ടുണ്ട്. കാരണം ഇനിയിപ്പോ എന്തായാലും അടുത്ത കളി ബെർണബോവിലാണ്. അത് ഇപ്പൊ ഈ ഒരു റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ അതൊരു തീർച്ചയായും ഒരു ബാഡ് റിസൾട്ട് തന്നെയാണ്. കാരണം ബെർണബോവിലെ കളിക്ക് ഇന്നലത്തെ കളി വെച്ച് നോക്കുമ്പോൾ എത്രയോ 10 മടങ്ങ് ഇരട്ടി നല്ല കളി കളിക്കേണ്ടി വരും ബെർണബോയിൽ വെച്ച്. പക്ഷെ അത് രണ്ടാമത്തെ കാര്യമാണ്. നമുക്ക് ഇന്നലത്തെ കളിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ ആർസണലിന്റെയും റയൽ മാഡ്രിഡിന്റെയും ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ആർസണൽ 4-3-3 എന്ന ഫോർമേഷനിലാണ് കളിച്ചിരുന്നത്. ഗോൾ കീപ്പറായി ഡേവിഡ് റേയും, അതുപോലെ തന്നെ ഡിഫൻസ് സലീബയും കീവിയറും, അതുപോലെ തന്നെ ലൂയിസ് കെല്ലിയും ടിംബറുമായിരുന്നു. മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ ഡിക്ലൻ റൈസും ഓഡെഗാർഡും തോമസ് പാർട്ടിയുമായിരുന്നു മിഡ്ഫീൽഡ്. അപ്പം അറ്റാക്കിൽ ബൊക്കയോ സാക്കയും മൈക്കൽ മെറീനോയും ഗബ്രിയൽ മാർട്ടിനെല്ലിയുമായിരുന്നു. അതുപോലെ റയൽ മാഡ്രിഡിന്റെ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറെ അവിടെ കൊർട്ടോയാണ് തിരിച്ചു വന്നിരുന്നത്. ഡിഫൻസിൽ അസൻസിയും റോഡിഗറും അതുപോലെ തന്നെ ഡേവിഡ് അലാബയും ഫെഡറിക്കോ വാൽവേർഡയുമായിരുന്നു. ഡിഫൻസ് നോക്കുകയാണെങ്കിൽ റോഡിഗ്രയും മോഡ്രിച്ചും ബെല്ലിംഗാമും കമവികയായിരുന്നു. ഫോർവേഡായിട്ട് എംബാപ്പയും വിനിഷ്യസ് ജൂനിയറുമായിരുന്നു. ഇന്നലെ വിനിഷ്യസ് ജൂനിയർ കളിക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം കളിക്കാനുണ്ടായിരുന്നു, പക്ഷെ വെറും ഫ്ലോപ്പ് ഇന്നലെ വിനിഷ്യസ് ജൂനിയർ ആയിരുന്നു എൻ്റെ അഭിപ്രായം. റയൽ മാഡ്രിഡിന്റെ ആ ലൈനപ്പിൽ നോക്കുകയാണെങ്കിൽ വിനിഷ്യസ് ജൂനിയർ ഫസ്റ്റ്, രണ്ടാമത് വരുന്ന റോഡിഗ്രോ, മൂന്നാമത് വരുന്ന കമവിക, പിന്നെ മൂന്നാമത് കമവികനൊപ്പം ഡേവിഡ് അലാബയും വരുന്നുണ്ട്. കാരണം മൂന്നാമത്തെ ഗോള് ഒരു ഹൈലൈൻ അവിടെ വരുന്നുണ്ട്. പക്ഷെ ഡേവിഡ് അലാബ എവിടെ നിന്നൊക്കെ കയറി വന്ന് അതിനെ ഓഫ് സൈഡ് ഡ്രാപ്പിൽ നിന്ന് ആർസണലിനെ രക്ഷിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. പിന്നെ കളിയിലെ ഷോട്ടുകൾ നോക്കുകയാണെങ്കിൽ ഇന്നലെ 12 ഷോട്ടുകളാണ് ഇന്നലെ ആർസണൽ അടിച്ചിട്ടുള്ളത്. അതിൽ ആക്യുറസി നോക്കുകയാണെങ്കിൽ ഗോളിന്റെ എക്സ്പെക്ടേഷൻ റേറ്റ് നോക്കുകയാണെങ്കിൽ 1.59 ആണ് എക്സ്പെക്ടേഷൻ ഗോൾ റേഷ്യോ. അതിൽ 11 ഓൺ ടാർഗറ്റുകളാണ്. റയൽ മാഡ്രിഡ് നോക്കുകയാണെങ്കിൽ 9 ഷോട്ടുകൾ, അത് 3 ഓൺ ടാർഗറ്റുകൾ. സെക്കൻഡ് ഹാഫിൽ 3 ഷോട്ടുകൾ, അതിൽ 1 മാത്രം ഓൺ ടാർഗറ്റുകൾ. സെക്കൻഡ് ഹാഫിൽ ആർസണൽ അടിച്ചത് 7 ഷോട്ടുകൾ, അത് 7 ഓൺ ടാർഗറ്റുകൾ.
റൈമാന്റെ ആ ഓൺ ടാർഗറ്റുകൾ നോക്കുകയാണെങ്കിൽ ആ ഷോട്ടുകൾ ഓൺ ടാർഗറ്റുകൾ മാത്രമായിരുന്നു. പക്ഷെ ആ ഷോട്ടുകൾക്ക് ഡേവിഡ് റെയിനെ ത്രെഡ് ചെയ്യേണ്ട രീതിക്കുള്ള ഒരു ഷോട്ടുകളല്ലായിരുന്നു, ഈസി സേവിങ് ഷോട്ടുകളായിരുന്നു. കളി തുടങ്ങി ആദ്യമേ തന്നെ റയൽ മാഡ്രിഡ് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഒരു അറ്റാക്ക് വെച്ച് നോക്കുമ്പോൾ റയൽ മാഡ്രിഡ് ആയിരിക്കും ബെറ്റർ ആയിട്ട് കളിക്കുക റയൽ മാഡ്രിഡ്. കാരണം അറ്റാക്കിങ്ങോടെ തുടങ്ങുന്നത് ഒന്നാമത്തെ മിനിറ്റിൽ തന്നെ എംബാപ്പെ ഒരു ഷോട്ട് അടിക്കുന്നുണ്ട്. പക്ഷെ അത് ഈസിയായി സേവ് ചെയ്യേണ്ട ഒരു കീവിയറിന്റെ ഒരു മിസ് ജഡ്ജ്മെന്റ് നിന്നാണ് എംബാപ്പെ ആ ഷോട്ട് അടിക്കുന്നത്. ഒരു 30 യാർഡ് സർക്കിളിൽ നിന്നാണ് ആ ഷോട്ട് അടിക്കുന്നത്. പക്ഷെ ഈസി ആയിട്ട് ഡേവിഡ് റേ അത് സേവ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഒരു 4ാമത്തെ മിനിറ്റിൽ ഒരു സൂപ്പർ ചാൻസ് ചെയ്യുന്ന ഒരു കൗണ്ടർ അറ്റാക്ക് വഴി വിനിഷ്യസിന് ആ സലിബ ഇന്റർസെപ്റ്റ് ചെയ്യാൻ മുമ്പ് ആ പോസ്റ്റിന്റെ അത്രയും വരേണ്ട ആവശ്യമില്ല, അതിനു മുമ്പ് തന്നെ അത് ഒരു പാസ് എംബാപ്പയ്ക്ക് ചെയ്യാമായിരുന്നു. എങ്കിൽ ഇത് എംബാപ്പ ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യേണ്ട ഒരു മൊമെന്റമായിരുന്നു. പക്ഷെ അത് ഒരുപാട് ലാഗിന് ശേഷമാണ് വിനീഷ്യസ് അത് ക്രോസ് ചെയ്യുന്നത്. പക്ഷെ അത് സലിബയുടെ കാലിൽ തട്ടി അത് പുറത്തോട്ട് പോകുന്നുണ്ട്. പിന്നെ അതിനുശേഷം റയൽ മാഡ്രിഡിന്റെ ഒരു അവസരം നോക്കുകയാണെങ്കിൽ 31ാമത്തെ മിനിറ്റിൽ ബെല്ലിംഗം ഒരു അളന്നു മുറിച്ചൊരു പാസ് എംബാപ്പയ്ക്ക് നൽകുന്നുണ്ട്. അതും എംബാപ്പയ്ക്ക് നല്ലൊരു ബെറ്റർ ആയിട്ട് അത് ഫിനിഷ് ചെയ്യാമായിരുന്നു. പക്ഷെ എംബാപ്പ നേരെ അടിച്ച് അത് ഡേവിഡ് റേക്ക് നേരെയാണ് അത് അടിച്ചു കൊടുക്കുന്നത്. പക്ഷെ അത് ഡേവിഡ് റേ സേവ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ഇന്നലെ റയൽ മാഡ്രിഡിന്റെ ആ ഒരു ലൈനപ്പിൽ ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് നിന്നത് എനിക്ക് തോന്നുന്നത് ബെല്ലിംഗം മാത്രമായിരുന്നു. കാരണം 2-3 ചാൻസുകൾ അദ്ദേഹം നൽകുന്നുണ്ട്, ഡിഫൻഡിലും ഒരുപോലെ ശ്രമിക്കുന്നുണ്ട്, മിഡ്ഫീൽഡിലും ഒരുപോലെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടായിട്ട് നിൽക്കാൻ വേറെ ഡിഫൻഡിൽ ആരുമില്ലായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഫസ്റ്റിലെ തന്നെ ആ ചേഞ്ചസുകൾ 71ാമത്തെ മിനിറ്റ് വരെ വേണ്ടി വന്നു ആ ഒരു ചേഞ്ചസ് വരുത്താൻ വേണ്ടി. അത് മോഡ്രിച്ച് മാജിയുടെ വാസ്കസാണ് വരുന്നത്. അപ്പൊ ആ ചേഞ്ചസുകളൊക്കെ ഇന്നലെ ആഞ്ചലോട്ടി ഒരുപാട് പിശുക്ക് കാണിച്ചായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ നേരെ മറിച്ച് ആർസണലിന്റെ ഇത് നോക്കുകയാണെങ്കിൽ ആർസണൽ ഇന്നലെ ഫസ്റ്റ് ഹാഫിൽ 5 ഷോട്ടുകൾ അടിക്കുന്നുണ്ട്, 4ഉം ഓൺ ടാർഗറ്റുകൾ. അതിൽ തന്നെ 44ാമത്തെ മിനിറ്റിൽ ഒരു ഷോട്ടിൽ ഒരു മൊമെന്റത്തിൽ 2 ചാൻസുകൾ വരുന്നുണ്ട്. ടിംബർ ഒരു ക്രോസ് ചെയ്യുന്നുണ്ട്. ആ ക്രോസ് റീസ് ഒരു ബുള്ളറ്റ് ഹെഡ് ഷോട്ടിലൂടെ ഗോളാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് കോർട്ടുവ സേവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ബോൾ റീബൗണ്ടായി വീണ്ടും മാർട്ടിനെല്ലിനെ അടുത്തിട്ട് വരുന്നുണ്ട്. മാർട്ടിനെല്ലിയും വീണ്ടും അടിക്കുന്നുണ്ട്, അതും കോർട്ടുവ സേവ് ചെയ്യുന്നുണ്ട്. ഇന്നലെ കോർട്ടുവ ആ സേവുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ലാസ്റ്റ് അവസാനം കളി കഴിഞ്ഞ് ബെല്ലിംഗം ഒരു പരാമർശം നടത്തിയിരുന്നു, ഞങ്ങൾ 3 എണ്ണത്തിൽ കഴിച്ചില്ലാതെ തന്നെ ഭാഗ്യമായിരുന്നു. കാരണം ഇന്നലത്തെ ആ സേവുകൾ ഇല്ലായിരുന്ന ഒരു 5-6 എന്ന സ്കോർ ലൈനിലേക്ക് ആ കളി അവസാനിക്കുമായിരുന്നു. പക്ഷെ പിന്നെ നോക്കുകയാണെങ്കിൽ തോമസ് പാർട്ടി ഒരു ഷോട്ട് അടിക്കുന്നുണ്ട്, അത് കോർട്ടുവ സേവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒട്ടുമിക്ക ഫുൾ ടൈം ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് നോക്കി മികച്ചു നിന്നത് ആർസണലായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ പക്ഷെ ഒന്നും കൂടെ റയൽ മാഡ്രിഡ് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഗോളിലൊന്നും അവസാനിക്കുന്നില്ല. അത് ക്രിയേറ്റീവായിട്ടുള്ള ഒരു മൊമെന്റം ക്രിയേറ്റ് ചെയ്യാൻ റയൽ മാഡ്രിഡ് കൊണ്ട് സാധിച്ചിരുന്നില്ല. അപ്പൊ ഫസ്റ്റ് ഹാഫ് 0-0 എന്ന സ്കോർ ലൈനിലാണ് പിരിയുന്നത്. പക്ഷെ സെക്കൻഡ് ഹാഫിലാണ് ആ ട്വിസ്റ്റിലൊക്കെ വരുന്നത്. 58ാമത്തെ മിനിറ്റിൽ സാക്ക ദ സ്റ്റാർ ബോയ് സാക്കയിനെ അലബ ഫൗൾ ചെയ്യുന്നുണ്ട്. ആ പോസ്റ്റിന്റെ 20 യാർഡ് ഡിസ്റ്റൻസിൽ അലബ ഫൗൾ ചെയ്യുന്നുണ്ട്. ആ ഒരു ഫൗളിന് ഫ്രീ കിക്ക് എടുക്കാൻ വേണ്ടി ഒഡേഗാർഡും സാലിബയും വരുന്നുണ്ട്. ടച്ച് ലൈനിൽ അസിസ്റ്റ് കോച്ച് സെറ്റ് പീസ് കോച്ച് നിർദ്ദേശം നൽകുന്നുണ്ട്, വ്യക്തമായ ഒരു നിർദ്ദേശം അദ്ദേഹം ഇങ്ങനെ ആക്ഷനോടെ കാണിക്കുന്നുണ്ട് കർവ് ചെയ്യാൻ വേണ്ടി. ആ ഒരു ആക്ഷൻ അദ്ദേഹം നൽകുന്നുണ്ട്. പക്ഷെ ഒരു എന്ത് പറയാം, ഒരു ബ്രില്യൻസ് ഡിക്ലറൻസിന്റെ ഒരു ബ്രില്യൻസിലൂടെയാണ് ആ ഒരു കർവ്ഡ് ആ ബെൻഡ്, ആ ഷോട്ടിന്റെ ആ ബെൻഡ് കണ്ടാൽ മനസ്സിലാവും ആ ഗോൾ എന്തുമാത്രം മനോഹരമായൊരു ഗോളായിരുന്നുവെന്ന്. ആ ഡിഫൻസിനെ കബളിപ്പിച്ച് ഡിഫൻസിന്റെ ആ സൈഡിലൂടെ ആ കർവ് ചെയ്ത് പോകുന്നത് കാണാൻ തന്നെ ഒരു ഗോളായിരുന്നു അത്. അതൊരു അതിമനോഹരമായ ഒരു ഫിനിഷ് തന്നെയാണ്. അതിനുശേഷം 66 മിനിറ്റ് മുതൽ 68 മിനിറ്റ് വരെ ഈ ഒരു 2 മിനിറ്റിനിടയിൽ 4 ചാൻസുകൾ ആർസണൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. 66ാമത്തെ മിനിറ്റിൽ പാർട്ടിയുടെ ഒരു ഷോട്ട് അവിടെ കോർട്ടുവ ചെയ്യുന്നുണ്ട്. 67ാമത്തെ മിനിറ്റിൽ ലൂയിസ് കെല്ലിയുടെ ഒരു ക്രോസിൽ മാർട്ടിനെല്ലി ഒരു ഷോട്ട് അടിക്കുന്നുണ്ട്. അത് കോർട്ടുവ സേവ് ചെയ്ത് റീബൗണ്ടായി അത് മൈക്കൽ മെറീനയുടെ അടുത്ത് എത്തുന്നുണ്ട്. എന്നാൽ അതിനുശേഷം മൈക്കൽ മെറീന അത് വീണ്ടും ഒരു ഷോട്ട് അടിക്കുന്നുണ്ട്. അത് ഒരു ഡിഫൻസിന്റെ ആ ഒരു ബ്ലോക്ക് വഴി വീണ്ടും റീബൗണ്ടായി വീണ്ടും അത് മൈക്കൽ മെറീനയുടെ അടുത്ത് എത്തുന്നുണ്ട്. എന്നാൽ മൈക്കൽ മെറീന വീണ്ടും അതിനെ ഷോട്ട് ആക്കുന്നുണ്ട്. അത് കോർട്ടുവ ഒരു മികച്ചൊരു സേവ് വഴി അത് ഗോളിലേക്ക് കലാശിക്കുന്നത് തടയുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ആ ഒരു ബാള് കോർണർ ആവുകയാണ് ചെയ്യുന്നത്. ആ ഒരു കോർണർ ഒഡെഗാർഡ് എടുക്കുന്നത് കോർട്ടുവ അത് ക്ലിയറൻസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് നേരെ ഡീക്ലൻ റൈസിന്റെ കാലിലാണ് എത്തുന്നത്. ഡീക്ലൻ റൈസ് വീണ്ടും അത് ഗോളം നിറച്ചൊരു ഷോട്ടായിരുന്നു. പക്ഷെ അവിടെ ബെല്ലിംഗാം അവിടെ ഇന്റർസെപ്റ്റ് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അങ്ങനെ ആ ഒരു അറ്റാക്കിങ് കഴിഞ്ഞ്
വീണ്ടും ഒരു മൊമെന്റം 68ാമത്തെ മിനിറ്റിൽ കമവിക വീണ്ടും സ്റ്റാർ ബോയ് സാക്കേനെ ഫൗൾ ചെയ്യുന്നുണ്ട്. ആ ഫൗളിന് റഫറി ഒരു മഞ്ഞക്കാർഡ് കമവികയ്ക്ക് നൽകുന്നുണ്ട്. അത് എടുക്കാൻ വേണ്ടി അതുപോലെ റെയ്സും ഓഡുഗാർഡും വരുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയത്, കാരണം അതൊരു റൈറ്റ് കോർണറിന്റെ എഡ്ജ് ഭാഗത്തായിരുന്ന ആ ഒരു കോർണർ ടേക്ക് ചെയ്യാൻ വേണ്ടി വന്നിരുന്നത്. പക്ഷെ ഞാൻ വിചാരിച്ചത് അതവിടെ ഓഡുഗാർഡ് ആയിരിക്കും അത് ഫ്രീ കിക്ക് എടുക്കാൻ പോകുന്നത്. കാരണം സെയിം ഇൻസിഡൻസ് ആയിരുന്നു. നേരത്തെ റൈറ്റ് സൈഡിലൂടെ ബെൻഡ് ചെയ്ത് റീസ് നേരത്തെ ഒരു ഗോൾ നേടിയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അതിപ്പം ഓഡുഗാർഡ് ആയിരിക്കും അത് എടുക്കാൻ പറഞ്ഞത്. പക്ഷെ അത് റീസ് തന്നെയായിരുന്നു എടുക്കുന്നത്. ആ ഒരു ഗോള് പോയിരുന്ന ആ ഒരു ടോപ്പ് കോർണറിൽ നമ്മളൊരു ബോക്സ്, എന്താ പറയാ, ഒരു ബാസ്ക്കറ്റിന്റെ അകത്ത് എത്ര സ്പേസ് ഉണ്ടോ ആ ഒരു സ്പേസ് കണക്കാക്കിയാണ് ആ ഗോൾ ചെന്ന് കയറുന്നത്. എന്റെ പൊന്നെ, തലയിൽ കൈവച്ച് പോയി. അർട്ടേറ്റ വരെ തലയിൽ കൈവച്ച് പോയി. ഒരു സൂപ്പർ ഒരു ഗോളായിരുന്നു ആ രണ്ടാമത്തെ ഗോളും. എംബാപ്പ വരെ ഷെയ്ക്ക് ചെയ്തു പോയി. അത്രയ്ക്ക് നല്ലൊരു അതിമനോഹര ഗോളായിരുന്നു രണ്ടാമത്തെ ഗോളും. അതിനൊക്കെ വഴിവെക്കുന്നത് സാക്ക തന്നെയാണ്. സാക്കേനെ ഫൗൾ ചെയ്തതിനാണ് 2 ഫ്രീ കിക്ക് കിട്ടുന്നത്. പിന്നെ അതിനുശേഷം 78ാം മിനിറ്റിൽ സാക്കേനെ അവിടെ മാറ്റുന്നുണ്ട്. ഒരു ഡിസ്കംഫർട്ട് തോന്നി സാക്കേനെ അവിടെ മാറ്റുന്നുണ്ട്. പിന്നെ അതിനുശേഷവും ഗോളിന്റെ ആ ത്രെഡ് മാറുന്നില്ല. അവിടെ നിന്ന് നിരന്തരം റൈമാറിന്റെ ആ ബോക്സിനുള്ളിൽ ആഴ്സണൽ അറ്റാക്കുകൾ തുരുതുരാ വന്നുകൊണ്ടേയിരുന്നു. 70ാം മിനിറ്റിൽ റീസിന്റെ ഒരു ഷോട്ട്, അത് വീണ്ടും അസൻസിയെ തടയുന്നുണ്ട്. ഒരു 50-50 ചാൻസിൽ അസൻസിയെ അത് തടയുന്നുണ്ട്. പിന്നെ 75ാമത്തെ മിനിറ്റ് ഒരു സുന്ദര ഗോൾ, ഒരു ടീം ഗോൾ വരുന്നുണ്ട്. അതും ഒരു 1.5 ഗോളായിരുന്നു. ഒരു ടീം വർക്ക്. കാരണം ഡീക്ലൈൻ റൈസ് ഒരു ബോളും കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് നേരെ ബോക്സിന് ചേർന്ന് നിന്ന എഡ്ജിൽ നിന്ന് ആ ട്രോസാഡ് നൽകുന്നുണ്ട്. ട്രോസാഡ് അത് നേരെ ലൂയിസ് കെല്ലിക്ക് നൽകുന്നുണ്ട്. ലൂയിസ് കെല്ലി അത് മാർക്ക് ചെയ്ത്, ആ സമയത്ത് എനിക്ക് തോന്നുന്നു മൈക്കിൾ മെറീനെ മാർക്ക് ചെയ്താണ് നിൽക്കുന്നത്. ആ ലൂയിസ് കെല്ലി നേരെ അത് മൈക്കിൾ മെറീനയ്ക്ക് നൽകുന്നുണ്ട്. മെറീന ഒരു ലെഫ്റ്റ് ഫുട്ട് ഷോട്ടിലൂടെ അത് ഗോളാക്കുകയാണ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് മെറീനയുടെ 2-3 അറ്റംപ്റ്റുകൾ വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ കോർട്ടുവ സേവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫൻസ് ഒക്കെ തട്ടിക്കളയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു ഷോട്ട് അത് ഡിഫൻസിനോ കോർട്ടുവയ്ക്കോ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. അതും ഒരു കോർണറിലൂടെ, അതൊരു ബെൻഡ് ചെയ്തുള്ള ഒരു ഷോട്ടിലൂടെയാണ് അത് 3ാമത്തെ ഗോളും വരുന്നത്. ഒരു സെക്കൻഡ് ഹാഫ് നോക്കുകയാണെങ്കിൽ ഈ ഗോളുകൾക്കോ ഈ അറ്റാക്കുകൾക്കോ തിരിച്ചൊരു ഉത്തരം പോലും റൈമാറിന് നൽകുവാൻ സാധിച്ചിരുന്നില്ല. അതുതന്നെ ഡേവിഡ് അലാബയുടെ ആ ഒരു എററിലാണ് ആ 3ാമത്തെ ഗോൾ വരുന്നത്. കാരണം റൂഡിഗറും അസൻസിയും അതുപോലെ തന്നെ വാസ്കസും ഒക്കെ ഒരു ഹൈ ലൈൻ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. പക്ഷെ അതിന്റെ ഇടയ്ക്ക് ഡേവിഡ് അലബ എവിടെ നിന്നൊക്കെ കയറി വന്ന് അത് ഓഫ് സൈഡ് ട്രാപ്പിൽ നിന്ന് ആർസണലിനെ രക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണ് ആ 3ാമത്തെ ഗോൾ വരുന്നത്. പിന്നെ ആവശ്യമില്ലാതെ കമവിക ലാസ്റ്റ് മിനിറ്റിൽ 90ാമത്തെ മിനിറ്റിൽ 4ാമത്തെ മിനിറ്റിൽ രണ്ടാമത്തെ ഒരു മഞ്ഞക്കാർഡ്, ബോൾ അടിച്ചു കളഞ്ഞതിന് രണ്ടാമത്തെ ഒരു മഞ്ഞക്കാർഡ് വാങ്ങിച്ചതിൽ റെഡ് കാർഡിൽ കലാശിക്കുന്നുണ്ട്. ഇതാണ് ഇന്നലെ ആ ഫുൾ ടൈം വരെയും ആർസണൽ റയൽ മാഡ്രിഡ് മാച്ച് എടുത്തു പറയേണ്ട ഭാഗങ്ങളായിട്ട് ഉണ്ടായിരുന്നത്. പക്ഷെ ഇതിനൊന്നും, ഈ അറ്റാക്കുകൾക്കൊന്നും റയൽ മാഡ്രിഡിന്റെ അടുക്കിൽ നിന്ന് ഒരു ഒറ്റ മൊമെന്റം പോലും സെക്കൻഡ് ഹാഫിൽ അവരെ കൊണ്ട് ചെയ്യുവാൻ സാധിച്ചിട്ടില്ല. ഇന്നലെ വിനിഷ്യസും റോഡിഗ്രയൊക്കെ മുന്നേറ്റ നിരയിൽ വെറും വേസ്റ്റ് ആയിരുന്നു എന്ന് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ മിഡ്ഫീൽഡ് നോക്കണം. ഇന്നലെ മിഡ്ഫീൽഡ് ബെല്ലിംഗാം മാത്രമായിരുന്നുള്ള ഒരു മിഡ്ഫീൽഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോൾ അടുത്ത കളിയിലെങ്കിലും എനിക്ക് തോന്നുന്നു ഫെഡറിക് വൽവേർഡിനെ ഒരു മിഡ്ഫീൽഡ് കളിപ്പിക്കണം എന്ന് എനിക്ക് തോന്നിപ്പോകും. കാരണം അദ്ദേഹം 2-3 പ്രാവശ്യം മിഡ്ഫീൽഡിൽ വന്ന് ഒരു 2-3 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ. ഇപ്പൊ സെക്കൻഡ് ഹാഫിൽ അവിടെ വാസ്കസ് വന്ന് അദ്ദേഹം മിഡ്ഫീൽഡിലോട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡേവിഡ് അലാബ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് വീണ്ടും ഡേവിഡ് അലാബിനെ വീണ്ടും ഫസ്റ്റ് ലൈനപ്പിൽ കൊണ്ടുവരുന്നത്. ഫെറാൻ ഗാർസിയനൊക്കെ കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ തോന്നിപ്പോയിരുന്നു. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കോർട്ടുവയുടെ സേവുകളാണ്. ഒരു മൊമെന്റത്തിൽ 3 പ്രാവശ്യം സേവ് ചെയ്യുന്നുണ്ട്, ഒരു മൊമെന്റത്തിൽ 2 പ്രാവശ്യം സേവ് ചെയ്യുന്നുണ്ട്. അപ്പം കോർട്ടുവ ആ സേവുകൾ ഇല്ലായിരുന്നുവെങ്കിൽ ഇന്നലെ എന്തായാലും ആ സ്കോർ ലൈൻ എന്തായാലും ഒരു 5-6 കടക്കേണ്ട ഒരു സ്ഥിതിവിശേഷം വരുമായിരുന്നു. അത് തന്നെ ആർസണലിന്റെ ആ ഡിഫൻസ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. കാരണം എംബാപ്പയ്ക്കോ വിനിഷ്യസിനോ കീവിയറും സലീബയും അതുപോലെ തന്നെ ലൂയിസ് കെല്ലിയും ടിംബറും അടങ്ങുന്ന ഡിഫൻസ് ഒന്നും ചെയ്യുവാൻ സാധിച്ചിട്ടില്ല. റോഡിഗ്രൊക്കെ ആണെങ്കിൽ ഇന്നലെ ഒന്നും ചെയ്യുവാനേ പറ്റിയിരുന്നില്ല. കാരണം ലൂയിസ് കെല്ലിയും സലീബയും അതുപോലെ തന്നെ പാർട്ടിയും വന്ന് റോഡിഗ്രയുടെ ആ റോഡിഗ്ര എപ്പോഴൊക്കെ ബാള് കൈക്കലാക്കുന്ന ആ സമയമൊക്കെ വന്ന് ബാളൊക്കെ ഡിസ്പോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എംബാപ്പ 2-3 ഷോട്ടുകൾ അടിക്കുന്നത് എംബാപ്പ മാത്രമാണ്. അതിനുശേഷം എംബാപ്പിനെ സെക്കൻഡ് ഹാഫിനൊന്നും കാണാൻ സാധിച്ചിട്ടില്ല. അതുപോലെ എനിക്ക് തോന്നുന്നു ഒന്നല്പം മികച്ചുന്നത് അത് ബെല്ലിംഗാം മാത്രമേ ഇന്നത്തെ കളിയിൽ. അത് ബാക്കിയുള്ളവരൊക്കെ
കൊർട്ടുവയും ബെല്ലിങ്ങയും ഒഴിച്ചാൽ ബാക്കിയുള്ളവരൊക്കെ വെറും വേസ്റ്റാണ്. ഫസ്റ്റ് വേസ്റ്റ് എനിക്ക് തോന്നുന്നത് ആഞ്ചലോറ്റി. കാരണം സമയത്തിന് ആ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ അദ്ദേഹം നടത്തിയിരുന്നില്ല. എനിക്ക് ഫസ്റ്റിലെ തന്നെ റോഡ്രിഗറിനൊക്കെ മാറ്റാൻ പറ്റുന്നത്. റോഡ്രിഗൊക്കെ ഫസ്റ്റിലെ തന്നെ ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിൽ അവർ ആദ്യമേ തന്നെ റോഡ്രിഗെ മാറ്റി അവിടെ ഒന്നുകിൽ ബ്രഹാം ഡിയാസിനെയോ അർദ്ധ ഗുളിനൊക്കെ ഇറക്കാമായിരുന്നു. പിന്നെ വിനീഷ്യസിനെ ഒരു 70 മിനിറ്റ് ഒക്കെ കഴിഞ്ഞ് മാറ്റി അവിടെ വേറൊരു ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാമായിരുന്നു. കാമവിക്കിനൊക്കെ അവിടെ മാറ്റാമായിരുന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. പക്ഷെ അത് ആവശ്യത്തിനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും ആഞ്ചലോട്ടി ചെയ്തിരുന്നില്ല. പക്ഷെ എങ്കിലും ആർസണലിന്റെ പോയിന്റ് ഓഫ് വ്യൂ അവർ ഉദ്ദേശത്തിലും കാട്ടി ഒരു നല്ലൊരു പെർഫോമൻസ് ആണ് അവരുടെ പ്ലേയേഴ്സ് കാണിച്ചത്. അവർ ഉദ്ദേശിച്ചും കാട്ടി നല്ലൊരു റിസൾട്ട് അവരെ കൊണ്ട് നേടാൻ സാധിച്ചിട്ട് എന്തായാലും ഇന്നലത്തെ കളി അവർ വിജയിച്ചു. അത് അവർക്ക് നല്ലൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പക്ഷെ അടുത്ത കളി വരുന്നത് ഇനി ബെർണാബോവിൽ, അത് റൈമാറിന്റെ കോട്ടയിലാണ്. ഒരു തിരിച്ചു വരവ് അവിടെ എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കളി കഴിഞ്ഞ ശേഷം കുറെ ചോദ്യങ്ങൾ റൈമാന് പ്ലേസായി എംബാപ്പയോടും അതുപോലെ തന്നെ വിനീഷ്യസിനോടൊക്കെ ചോദിക്കുന്നുണ്ട്, തിരിച്ചു വരവ് പ്രതീക്ഷിക്കാമോ? അപ്പോൾ അവർ പറയുന്നുണ്ട് തീർച്ചയായും ഞങ്ങൾ ബെർണാബോവിൽ തിരിച്ചഴിച്ചിരിക്കും എന്നൊക്കെ അവർ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുന്നുണ്ട്. അപ്പൊ ഒരു തിരിച്ചു വരവ് എന്തായാലും റൈമാറിന്റെ ആരാധകരും പ്രതീക്ഷിക്കുന്നുണ്ട്. ഫസ്റ്റിലൊക്കെ എന്തായാലും ആർസണൽ ഒരു വ്യക്തമായ ഒരു ആധിപത്യത്തിൽ തന്നെ അവരുടെ ക്ലബ്ബ് ചരിത്രത്തിൽ തന്നെ അവർ 3 കളി റൈമാനോട് കളിച്ചിട്ടുണ്ട്. അതിൽ ഒരു കളി പോലും റൈമാനോട് ആർസണലിനെ കൊണ്ട് തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ല. 2 കളി ഇപ്പം ആർസണൽ വിജയിക്കുകയും ഒരു കളി സമനിലയാവുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 3-0 എന്നൊരു സ്കോർ ലൈനിൽ ഫസ്റ്റ് ലെഗ് എന്തായാലും ആർസണൽ തൂക്കിയിട്ടുണ്ട്. മറ്റൊരു മാച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ ബയൺ മൂണിക്കും ഇന്റർ മിലാനും തമ്മിലുള്ള മത്സരത്തിൽ 2-1 എന്ന സ്കോർ ലൈനിൽ ഇന്റർ മിലാൻ ഫസ്റ്റ് ലെഗ് ബയൺ മൂണിക്കിന്റെ ഹോം ഗ്രൗണ്ടിൽ അലിയൻസ് അറേനയിൽ പോയി വിജയിച്ചിട്ടുണ്ട്. തോമസ് മുള്ളറാണ് ബയൺ മൂണിക്കിന് വേണ്ടി ഗോൾ സ്കോർ ചെയ്തത്. അതുപോലെ തന്നെ 2 ഗോള് അവസാന 85ാം മിനിറ്റിലാണ് തോമസ് മുള്ളർ ഗോൾ സ്കോർ ചെയ്യുന്നത്. എന്നാൽ 88ാം മിനിറ്റിൽ ഇന്റർ മിലാൻ തിരിച്ചടിക്കുന്നുണ്ട്. അങ്ങനെ ഫസ്റ്റ് ലെഗ് ഇന്റർ മിലാൻ 2-1 സ്കോർ ലൈനിൽ വിജയിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നും നല്ല മത്സരങ്ങളാണ് ഇന്ന് നമുക്ക് വരാൻ പോകുന്നത്. ബാർസലോണയും ഡോർട്ട്മുണ്ടും തമ്മിലുള്ള ഒരു മത്സരമുണ്ട്. അതുപോലെ തന്നെ ആസ്റ്റൺ വില്ലയും PSG തമ്മിലുള്ള മറ്റൊരു മത്സരമുണ്ട്. അപ്പൊ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെയും നമസ്കാരം.